യെസ്, ക്യുസാറ്റിൻ്റെ ബിടെക്കിൻ്റെയും ബിലെറ്റിൻ്റെയും അലോട്ട്മെൻറ്റിനെ പറ്റിയിട്ടും റിയൽ ടൈം അഡ്മിഷനെ പറ്റിയിട്ടും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനെ പറ്റിയിട്ടുമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവരിപ്പോൾ ഒരു ഡേറ്റ് അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം. പ്രത്യേകിച്ച് ഈ ഡേറ്റുകളിൽ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ഇൻസ്ട്രക്ഷൻ വരും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോഴും വരും ഇൻസ്ട്രക്ഷൻ. തേർഡ് അലോട്ട്മെൻറ്റ് വരുമ്പോഴും ഈ പറയുന്ന പോലെ റിയൽ ടൈം അഡ്മിഷൻ വരുമ്പോഴും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും വരുമ്പോഴും ഒക്കെ അതിനോടനുബന്ധിച്ചിട്ട് ഈ ഡേറ്റുകളിലെ നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതുവരെ നടന്ന രീതിയിലൊന്ന് പറഞ്ഞു നോക്കാം. പക്ഷേ നിങ്ങൾ ആ ഒരു ടൈമിൽ എങ്ങനെയാണോ ഇൻസ്ട്രക്ഷൻ വരുന്നത് അതാണ് ഫോളോ ചെയ്യണം. നമ്മൾ പറ്റുന്ന പോലെയൊക്കെ പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ബിടെക്കിൻ്റെ വരുന്നത് 24/6/2025 അപ്പോൾ അലോട്ട്മെൻറ്റ് വന്നാൽ നമ്മളെങ്ങനെ കാണും അല്ലെങ്കിൽ എങ്ങനെ അറിയും എന്ന് വെച്ചാൽ നമ്മൾ ലോഗിൻ ചെയ്യുക. നമ്മുടെ കാൻഡിഡേറ്റ് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് കാണിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അവിടെ ഇല്ല എന്നുള്ളതായിരിക്കും പറഞ്ഞേക്കുക. സോ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതുവരെയും പ്രൊഫൈലിലൂടെ സർട്ടിഫിക്കറ്റുകളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറയാറില്ല. മനസ്സിലായോ? ഇതുവരെയും നമുക്ക് ഈ 2024 വരെയും ബിടെക്കിൻ്റെ അലോട്ട്മെൻറ്റിന് കഴിഞ്ഞ് കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലോഡ് ചെയ്യണമെന്ന് പറയാറില്ല. പക്ഷേ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഈ വർഷം ചില കോഴ്സുകാരോട് പ്രൊഫൈലിലൂടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ബിടെക്കിൻ്റെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ആ ഒരു ടൈമിൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷനോട് കൂടിയോ അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുമ്പോഴോ ആണ് അറിയുക. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പ്ലേസിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കീമിൽ കൊടുത്ത സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ മതി. സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനൊന്നുള്ള സർട്ടിഫിക്കറ്റുകൾ തന്നെ കേരളത്തിലെ കുട്ടികൾ കൊടുത്താൽ മതി. അപ്പോൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരും അത് നോക്കുക, നിങ്ങൾ ആ ടൈമിലുണ്ടോ എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നില്ല, ഈ വർഷം ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി എല്ലാവരും അലോട്ട്മെൻറ്റ് കിട്ടിയ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫീസ് അടക്കുക എന്നുള്ളത്. അപ്പോൾ കേരള സ്റ്റേറ്റ് മെറിറ്റാണോ, ഓൾ ഇന്ത്യ മെറിറ്റാണോ, NRI ആണോ? ഇപ്പോൾ CGW ആണെങ്കിൽ സെയിം NRIയുടെ ഓൾ ഇന്ത്യ മെറിറ്റിൻ്റെ ഫീസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫീസ് അടക്കുക. നിങ്ങൾക്ക് ഫീസ് നേരത്തേക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ റാങ്ക് ലിസ്റ്റ് നോക്കിയില്ലേ, അന്ന് പറഞ്ഞു തന്നില്ലേ, അതിന് മുകളിലായിട്ട് ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെയും ഫീസ് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. ബിടെക് തന്നെ ചില കോഴ്സുകൾക്ക് ഫീസ് സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക ആ ഒരു ഫീസ് എത്രയാണെന്നുള്ളത് അത് നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുക. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 24/6/2025 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 27-ാം തീയതി വരെ ഫീസ് അടയ്ക്കാനുള്ള ടൈമുണ്ട്. അതിനുള്ളിൽ ഫീസ് അടക്കാം. ഇനി ഫീസ് അടച്ച് കഴിഞ്ഞാലും ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഫീസ് അടക്കാം. അതായത് നമ്മളുടെ പ്രൊഫൈലിൽ ഒരു ലിങ്ക് തരാണ് ചെയ്യുന്നത് ഫീസ് അടക്കാനായിട്ട്. അതിലൂടെ പോയിട്ട് നമുക്ക് നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡോ, പേടിഎം എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ചില ഓൺലൈൻ ഇതിന് നമ്മളുടെ ബാങ്ക് ഒരു ഇത്ര എമൗണ്ട് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചെയ്യുക. എന്തായാലും 3 ദിവസം ഉണ്ടല്ലോ, അപ്പോൾ അതിനുള്ളിൽ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫീസ് അടക്കം 27-ാം തീയതി വരെ ടൈമുണ്ട്. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് 3-ാം തീയതിയാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് ഹയർ ഓപ്ഷൻസ് നമ്മൾ കിട്ടിയതിന് മുകളിൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷനിൽ നമ്മളെ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമ്മളെ പരിഗണിക്കും. നമ്മുടെ റാങ്ക് അനുസരിച്ചിട്ട് സെക്കൻഡിലും അലോട്ട്മെൻറ്റ് കിട്ടുക. അപ്പോൾ ഫസ്റ്റിൽ കിട്ടിയവർക്ക് നമ്മുടെ റാങ്ക് അനുസരിച്ചിട്ടും ഓപ്ഷൻസ് അനുസരിച്ചിട്ടും നമുക്ക് സെക്കൻഡിലും വേണമെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടാം. അപ്പോൾ ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടിയവർ അവർ പ്രൊഫൈൽ ലോഗിൻ ചെയ്തിട്ട് എന്തെങ്കിലും കൂടുതൽ ഫീസ് അടക്കാനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഇപ്പോൾ സ്റ്റേറ്റ് മറ്റിൽ കിട്ടിയിട്ട് പിന്നീട് ഓൾ ഇന്ത്യ മറ്റാണെങ്കിൽ ഫീസ് കൂടുതൽ വരും. അതല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ചില കോഴ്സുകൾക്ക് ബിടെക് കോഴ്സുകൾക്ക് ഫീസ് വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ പ്രൊഫൈലിൽ കൂടുതൽ ഫീസ് അടക്കാൻ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അടക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ കൂടുതൽ ഫീസുള്ളൂ, ഇപ്പോൾ ഓൾ ഇന്ത്യ മെറിറ്റാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിലായെങ്കിൽ ആ ഫീസ് പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളൊക്കെ കഴിഞ്ഞിട്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തിരിച്ചു തരുമോ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ നടത്തും കേട്ടോ. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമുക്ക് 6-ാം തീയതി വരെ ഫീസ് അടക്കാമല്ലോ. അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നത് 10/7/2025 13-ാം തീയതി വരെ സമയമുണ്ട്. അപ്പോൾ ആദ്യത്തെ 1, 2, 3 എന്നുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള അലോട്ട്മെൻറ്റാണ്. അപ്പോൾ അതിനിടയ്ക്ക് സാധാരണ നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷൻ, അതായത് ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ ക്യുസാറ്റിൽ, അതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് സമ്മതിക്കാറുണ്ട്. അപ്പോൾ ഓരോ അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴും നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടി, ഇപ്പോൾ നിങ്ങളുടെ 3-ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയത്.
അത് മതിയെന്നാണെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് മുകളിലുള്ള ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് സേവ് ചെയ്യണം കേട്ടോ. വേറെ ഒന്നും നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ഓപ്ഷൻ അല്ലാതെ മുകളിലൊന്നും വെക്കരുത്. എങ്ങനെയുള്ളവർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ അത് മതി, ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കേണ്ട എന്നുള്ളവർ. അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ മുകളിലുള്ള ഓപ്ഷനിലേക്ക് പരിഗണിക്കും, അലോട്ട്മെൻറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ അത് തന്നെ ചേരേണ്ടതായിട്ട് വരും. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ ആ സീറ്റ് തന്നെ മതി എന്നുണ്ടെങ്കിൽ മുകളിൽ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് സേവ് ചെയ്തേക്കുക. അതല്ല നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അങ്ങനെ തന്നെ നിന്നോട്ടെ. അപ്പോൾ ഓരോ അലോട്ട്മെൻറ്റ് വരുമ്പോഴും പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നോക്കുക. എഡിറ്റിംഗ് ആവശ്യമുള്ളവർ പ്രൊഫൈലിൽ എഡിറ്റിംഗ് നിങ്ങൾക്കേ അത് അറിയാൻ പറ്റുള്ളൂ, അങ്ങനെ എഡിറ്റിംഗ് പറ്റുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്കേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കുക. എഡിറ്റിംഗ് പറ്റുന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് ചെയ്ത് കൊടുക്കുക. എല്ലാ വർഷവും അങ്ങനെ വരാറുണ്ട്, ഓരോ അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴും നമുക്കൊരു എഡിറ്റിംഗ് സമയം തരാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വെക്കുക കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് 10-ാം തീയതി വന്നാൽ 13-ാം തീയതി വരെ നമ്മൾക്ക് ഫീസ് അടയ്ക്കാനുള്ളതാണ് കേട്ടോ. ഈ 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് സ്പോർട്സ് കോട്ടയുടെ റിയൽ ടൈം അഡ്മിഷനാണ്. റിയൽ ടൈം അഡ്മിഷനായിട്ട് സ്പോർട്സ് കോട്ടയിൽ ഉള്ളവർ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓരോ അലോട്ട്മെൻറ്റ് വരുമ്പോഴും ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. ആ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ സ്പോർട്സ് കോട്ടയുടെ റിയൽ ടൈം അഡ്മിഷൻ വരുന്നതിന് മുമ്പായിട്ട്, അതായത് 14-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ വെബ്സൈറ്റിലുണ്ടാവും. അത് ഫോളോ ചെയ്യുക. നേരിട്ട് റിയൽ ടൈം എന്ന് പറയുമ്പോൾ നേരിട്ട് ഹാജരാവേണ്ടത് ഒരു അലോട്ട്മെൻറ്റ് തന്നെയാണ്. സോ അത് അതിൻ്റെ വെന്യൂ, ടൈം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് അതിന് പോവുക കേട്ടോ, സ്പോർട്സ് അലോട്ട്മെൻറ്റിന്. ഇനി നമ്മളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ്. 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് കിസാറ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വിളിക്കുന്നത്. 14/7/2025 മുതൽ 17/7/2025 വരെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഡേറ്റുകൾ ചിലപ്പോൾ എന്തെങ്കിലും മാറുവാണെങ്കിൽ അപ്പോൾ അതനുസരിച്ചിട്ട് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ഉണ്ടാവും. നിങ്ങൾ വെബ്സൈറ്റ് നോക്കേണ്ടതാണ് കേട്ടോ. നമ്മളും പറ്റുന്ന പോലെ പറയാം. അപ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് ചെല്ലുമ്പോൾ, അപ്പോൾ അതിനു മുമ്പ് കീമിൻ്റെ ഒരു അലോട്ട്മെൻറ്റെങ്കിലും വരുവാണെങ്കിൽ നന്നായിരുന്നു എന്നാണ് പറയാനുള്ളത്. ചിലപ്പോൾ അങ്ങനെ വന്നില്ലെങ്കിൽ കിസാറ്റ് കുറച്ചും കൂടിയൊക്കെ ചിലപ്പോൾ നീട്ടി വെക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡേറ്റ് നിങ്ങൾ ഇടയ്ക്ക് വെബ്സൈറ്റ് നോക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം 14/7/2025 നമ്മളുടെ 14/7/2025 മുതൽ 17 വരെയുള്ള സമയത്ത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നടക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഡേറ്റുകൾ തന്നേക്കണേയും കൊണ്ട് ഈ ടൈമിൽ ചിലപ്പോൾ ഇനി കിസാറ്റ് പറയുക ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് വിളിക്കുകയാണോ, അല്ലെങ്കിൽ ഇന്ന റാങ്ക് വരെ വിളിക്കുകയാണോ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇൻസ്ട്രക്ഷനൊക്കെ ഇതിനെ സംബന്ധിച്ചിട്ടുണ്ടാകും, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനെ സംബന്ധിച്ച്. ഇപ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആ സമയത്ത് ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ നോക്കുക പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ പറയുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിൻ്റെയും ഒറിജിനലും 2 കോപ്പീസും പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അതുപോലെ തന്നെ കോപ്പി നിങ്ങൾ തന്നെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ള കാര്യം ഓർക്കുക. ഇപ്പോൾ സാധാരണഗതിയിൽ 10th 12th പിന്നെ നമ്മളുടെ നേറ്റിവിറ്റി പ്രൂഫ് ഓർ ബർത്ത് സർട്ടിഫിക്കറ്റ്, അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പിന്നെ ഏതെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ പിന്നെ TC എല്ലാവരും കൊണ്ടുപോകണം. പിന്നെ റിസർവേഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഒറിജിനൽ, അതുപോലെ തന്നെ ഈ 2 ഫോട്ടോ കോപ്പീസും പിന്നെ ഫോട്ടോയും കൊണ്ടുവരില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഈ TCയോ CCയോ അല്ലെങ്കിൽ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ബോർഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ഒരു അഫിഡവിറ്റ് വെള്ള പേപ്പറിൽ എഴുതി കൊടുക്കാൻ സമ്മതിക്കാറുണ്ട്. സോ അങ്ങനെയുള്ളവർ അവരോട് റിക്വസ്റ്റ് ചോദിക്കുക എത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇതിനുള്ളിൽ ഞാനിത് ഹാജരാക്കിയേക്കാം എന്നുള്ള രീതിയിൽ അത് ചോദിച്ച് അതുപോലെ എഴുതി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് ഒരാൾക്കുള്ള എക്സ്ക്യൂസ് അല്ല, ആ ബോർഡുകാർ മാർക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടില്ല എങ്കിൽ, പക്ഷേ അപ്പോഴും നിങ്ങൾ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ ഡിജിലോക്കറിൽ നിന്നുള്ള ആ ഒരു PDF നിങ്ങൾ പ്രിൻ്റ് എടുത്തത് അവിടെ കൊണ്ടുപോയിട്ടുണ്ടാവണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, ഇപ്പോൾ സാധാരണ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ അവിടെ വാങ്ങിച്ച് വെക്കുകയാണ് ചെയ്യണത്. പിന്നെ കോഴ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എപ്പോഴെങ്കിലും പോരുമ്പോഴോ അപ്പോഴാണ് തിരിച്ചു തരുള്ളൂ. പക്ഷേ കഴിഞ്ഞ ദിവസം ഇൻ്റഗ്രേറ്റഡ് MSCയുടെ സർട്ടിഫിക്കറ്റ് തിരിച്ചു കൊടുത്തതായിട്ടാണ് അറിയണത്, വെരിഫൈ ചെയ്തിട്ട്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ടായി. കീമിലൊക്കെ പോയി അഡ്മിഷൻ എടുക്കുന്നതിന് സർട്ടിഫിക്കറ്റ് ഒരു പ്രശ്നമാവണുണ്ടായിരുന്നില്ല. പിന്നീട് അവർ ഒരു ടൈം പറയുമ്പോൾ വേണമെങ്കിൽ ഹാജരാക്കുമോ, അതെങ്ങനെയാണ് കിസാറ്റ് തന്നെ തീരുമാനിക്കുക, അങ്ങനെ ആയാലും മതിയായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ബിടെക്കുകാർക്കും അങ്ങനെ വെരിഫൈ ചെയ്തിട്ട് തിരിച്ചു തരുമെന്നുള്ളത് നമുക്ക് ആ ഒരു ടൈമിലേ അറിയുള്ളൂ. അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിൽ എന്തെങ്കിലും പറയുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ. ഇനി ബാക്കിയുള്ള സീറ്റുകളിലേക്ക് റിയൽ ടൈം കൗൺസിലിംഗ് ആദ്യം ഒരെണ്ണം നടത്തുന്നുണ്ട്.
കേട്ടോ. അതിന് പ്രത്യേകിച്ച് ഫസ്റ്റ് എന്നുള്ള ഒരു ഇത് പറയുന്നില്ല. റിയൽ ടൈം കൗൺസിലിംഗ് ഫോർ ബിടെക് രജിസ്ട്രേഷൻ, അതായത് റിയൽ ടൈം കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഒരു രജിസ്ട്രേഷനാണ് പറയണത്. അത് ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിലൂടെ തന്നെ ഒരു ലിങ്ക് തന്നിട്ട് രജിസ്റ്റർ ചെയ്യാനായിരിക്കും പറയുക, അല്ലെങ്കിൽ മെയിലിലൂടെയോ അല്ലെങ്കിൽ പ്രൊഫൈലിലൂടെ ഒരു ലിങ്ക് തന്നിട്ട് ഈ ഒരു റിയൽ ടൈം കൗൺസിലിംഗ് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ ആദ്യം പോലെ ഓപ്ഷൻസ് കൊടുത്ത പോലെ നിങ്ങളുടെ ഓപ്ഷനും അതിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ചെയ്തവർ മാത്രമേ ഇരിക്കുള്ളൂ ഈ റിയൽ ടൈം കൗൺസിലിങ്ങിൽ പങ്കെടുപ്പിക്കുള്ളൂ. നിങ്ങൾ ആദ്യം ഓൾറെഡി ഓപ്ഷൻ വച്ചവരാണെങ്കിലും പിന്നീട് രജിസ്ട്രേഷൻ വരുമ്പോൾ ഇതിൽ ചെയ്താൽ മാത്രമാണ് ഇതിൽ പങ്കെടുക്കാൻ സമ്മതിക്കാറുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് മുമ്പുള്ള 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയവരെയും സാധാരണ പരിഗണിക്കാറുണ്ട്. പിന്നെ ഏതെങ്കിലും കാരണവശാൽ അഡ്മിഷൻ ക്യാൻസലായിപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടി ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് എന്തെങ്കിലും മിസ്മാച്ച് വന്ന് അഡ്മിഷൻ ക്യാൻസലായി പോയവരെയും സാധാരണ രീതിയിൽ കഴിഞ്ഞ വർഷം പരിഗണിച്ചില്ലായിരുന്നു, അതിന് മുമ്പുള്ള വർഷം പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം അങ്ങനെയുള്ളവരും നോക്കുക പരിഗണിക്കുന്നുണ്ടോ. വീണ്ടും ഈ ഒരു റിയൽ ടൈം അല്ലെങ്കിൽ സ്പോട്ട് എന്നുള്ള രീതിയിലാണ് ഇത് പറയണത്. റിയൽ ടൈം അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്നൊരു പേരില്ല, അതിന് പകരം ക്യുസാറ്റ് പറയുന്നത് ഇപ്പോൾ റിയൽ ടൈം അലോട്ട്മെൻറ്റ് എന്നാണ് കേട്ടോ. നമ്മൾ ആ ഒരു സമയത്ത് അപ്പോൾ അലോട്ട് ചെയ്ത് തരിക എന്നുള്ള ഒരു ഇതാണ് പറയണത്. അപ്പോൾ അതിനുവേണ്ടി രജിസ്ട്രേഷൻ നമുക്ക് 18-ാം തീയതി വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്, അത് ഓൺലൈനാണോ അവിടെ ചെന്നിട്ട് രജിസ്റ്റർ ചെയ്യണോ എന്നുള്ള രീതിയാണോ എന്നുള്ളത് നമുക്ക് ആ ഒരു ടൈമിൽ ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ നോക്കാം കേട്ടോ. പിന്നെ റിയൽ ടൈം അലോട്ട്മെൻറ്റ് നടക്കുന്നത് 19-ാം തീയതിയാണ്. ആ ഒരു അലോട്ട്മെൻറ്റ് നടന്നവർക്ക് 19-ാം തീയതി 20-ാം തീയതി ഫീസ് അടയ്ക്കാനായിട്ടൊരു ടൈം ഉണ്ടാവും. ഞാൻ ഇതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് തരാം കേട്ടോ. ഓക്കെ. പിന്നെ ഒരു ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ എന്നും പറഞ്ഞിട്ട് ഫസ്റ്റ് റിയൽ ടൈം അലോട്ട്മെൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. അത് 23/7/2025, അതായത് ഇത്രയും അലോട്ട്മെൻറ്റുകൾ നടന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സീറ്റ് വരുമ്പോൾ, അപ്പോൾ എന്തായാലും കീമിൻ്റെ ഒരു അലോട്ട്മെൻറ്റെങ്കിലും തീർച്ചയായിട്ടും ഒരു അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. ക്വിസായിട്ട് ഞാൻ പറഞ്ഞല്ലോ ചില കാര്യങ്ങൾക്കൊന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഡേറ്റുകളിലും ചിലപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വന്നേക്കാം കേട്ടോ. അപ്പോൾ ബിടെക്കിൻ്റെ ഫസ്റ്റ് റിയൽ ടൈം അലോട്ട്മെൻറ്റ് നടത്തുന്നത് 23/7/2025 1 മുതൽ ഈ ക്യുസാറ്റിൻ്റെ ക്യാറ്റ് റാങ്കിൽ 3000 റാങ്ക് വരെ വന്നേക്കണവരെയാണ് ചെല്ലേണ്ടത്. അപ്പോൾ അത് ചെല്ലേണ്ട ആ ഒരു ഡേറ്റ് ഓൾറെഡി പറഞ്ഞു 23. വെന്യൂ എവിടെയാണെന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു രജിസ്ട്രേഷൻ ഉണ്ടാവും. ഒരു 10:30 വരെയുള്ള ടൈം ആയിരിക്കുള്ളൂ മിക്കവാറും രജിസ്ട്രേഷൻ പറയുക. ഞാനിപ്പോൾ 10:30 എന്ന് പറയുന്നു, വെബ്സൈറ്റിൽ എന്താണോ വരുന്നത് അതാണ് നിങ്ങൾ പോവേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ എപ്പോഴാണോ രജിസ്ട്രേഷൻ ക്ലോസ്ഡ് എന്ന് പറയുന്ന ടൈം അതിന് മുമ്പ് തന്നെ വന്ന് രജിസ്ട്രേഷൻ ചെയ്യണം. റിയൽ ടൈം അലോട്ട്മെൻറ്റ് 3000 റാങ്ക് വരെയാണ് വിളിച്ചേക്കണത്. പിന്നെ ചിലപ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടൊരു ഇത് വരും കേട്ടോ. ഇപ്പോൾ SC/ST ആകുമ്പോൾ ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവരെയും വിളിച്ചെന്ന് വരാം. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ടൈമിൽ കുറച്ചും കൂടി ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് ചെയ്യാം. എന്തായാലും ഇപ്പോൾ ഇതിൽ പറയണത് 23/7/2025 1 മുതൽ 3000 റാങ്ക് വരെ ഉള്ളവരെ വിളിച്ചേക്കണു. അത് നേരിട്ടാണ് നമ്മൾ ചെല്ലേണ്ടത്. നേരിട്ട് ചെന്ന് റിയൽ ടൈം കൗൺസിലിങ്ങിൽ അല്ലെങ്കിൽ അഡ്മിഷനിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ആ ടൈമിൽ തരാം. 25/7 അടുത്ത 6000 വരെയുള്ള റാങ്കുകാരെ വിളിച്ചേക്കണത്. 26-ാം തീയതി 9000 വരെയും 28-ാം തീയതി 14,000 വരെയും 29-ാം തീയതി 19,000 സംതിങ് വരെയുള്ള റാങ്കുകാരെയാണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിന് വേണ്ടി ക്യുസാറ്റ് വിളിച്ചേക്കുന്നത്. പിന്നെ രണ്ടാമത് സ്പോർട്സ് കോട്ടയുടെ സെക്കൻഡ് റിയൽ ടൈം അഡ്മിഷൻ പറയേണ്ടത് 30-ാം തീയതിയാണ്. പിന്നെ ബിടെക് സെക്കൻഡ് റിയൽ ടൈം അഡ്മിഷൻ പറയുന്നുണ്ട്. ഇപ്പോഴൊക്കെ ആകുമ്പോഴത്തേക്കും കീമിൻ്റെ സീറ്റുകൾ കുറച്ച് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ട് വേക്കൻസി ഇവിടെ വന്നേക്കാം. ഈ ഒരു സെക്കൻഡ് റിയൽ ടൈം സ്പോട്ട് ആകുമ്പോഴത്തേക്കും അത് 4/8/2025 1 മുതൽ 5000 വരെയുള്ളവരെ, 5-ാം തീയതി 9000 വരെയുള്ളവരെ, 6-ാം തീയതി 13,000 വരെയുള്ളവരെ, 7-ാം തീയതി 19,000 വരെയുള്ളവരെയാണ് ഈ ഒരു സെക്കൻഡ് റിയൽ ടൈം അലോട്ട്മെൻറ്റിനായിട്ട് വിളിച്ചേക്കണത്. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷനൊന്നും വേണ്ട. അതിൻ്റെയൊക്കെ ഓരോ ടൈമിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ തരാം കേട്ടോ. അപ്പോൾ ക്യുസാറ്റ് അത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും. ഞാനും അത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ എങ്ങനെയാണ് പഠിച്ചോനേന്ന് വിചാരിച്ചിട്ട് നിങ്ങളിങ്ങനെ ബേജാറാവണ്ട. ആ ഒരു ടൈമിൽ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ക്യുസാറ്റ് തന്നെ വെബ്സൈറ്റിൽ ഇടും കേട്ടോ. ഓക്കെ. അതിനുശേഷം പിന്നെ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ എന്നുള്ളതിൻ്റെ 3rd റിയൽ ടൈം അലോട്ട്മെൻറ്റും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക്
3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടൊരു റിയൽ ടൈം അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. അതുകൂടാതെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സ്പോട്ട് വരും. ഈ റിയൽ ടൈം എന്നുള്ളതിന് നമ്മൾ സ്പോട്ടായിട്ട് പറയാം. സ്പോട്ട് അലോട്ട്മെൻറ്റും വരുന്നുണ്ട് കേട്ടോ. പിന്നെ SC/ST കാൻഡിഡേറ്റ്സിന് മാത്രമായിട്ടൊരു സ്പെഷ്യൽ റിയൽ ടൈം അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. അത് 14-ാം തീയതിയാണ് വരുന്നത് കേട്ടോ. പിന്നെ ബിലെറ്റിൻ്റെ ടൈമാണ് പറഞ്ഞേക്കണം. ബിലെറ്റിനും ഇതുപോലെ തന്നെ അലോട്ട്മെൻറ്റുകളും ഫീസ് അടക്കാനും ഒക്കെ പറയുന്നുണ്ട്. Candidates are advised to follow the latest news section on the admission website daily. Candidates are also advised to check the seat balance published in the admission website on daily basis and before attending the real-time admission. അതായത് ഓരോ ദിവസത്തെ റിയൽ ടൈം അഡ്മിഷൻ കഴിയുമ്പോഴും കിസാറ്റ് ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും അതിൽ ബാക്കിയുള്ള സീറ്റുകൾ ഇടും. ഇപ്പോൾ നമ്മൾ കീവിൻ്റെ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ജെയുടെ ജോസയുടെ അലോട്ട്മെൻ്റ് ഒക്കെ കഴിയുന്നതനുസരിച്ചിട്ട് സീറ്റ് വേക്കൻസി വരുമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ നടത്തുന്നത്, അതല്ലെങ്കിൽ റിയൽ ടൈം അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഓരോ ദിവസത്തെ ഇപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് റിയൽ ടൈം അലോട്ട്മെൻറ്റിൻ്റെ തന്നെ ഇത്ര റാങ്കുകാരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് അനുസരിച്ചിട്ട് സീറ്റ് വേക്കൻസി എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് റാങ്കൊക്കെ കാണില്ലേ, അതുപോലെ ഒരു സ്ഥലത്ത് സീറ്റ് വേക്കൻസി എന്ന് പറഞ്ഞ് കാണും. ആ ടൈമിൽ പറഞ്ഞുതരാം. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കുള്ളൂ പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അല്ലെങ്കിൽ റിയൽ ടൈം അലോട്ട്മെൻറ്റ് നടക്കണത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വെബ്സൈറ്റ് നോക്കണം, നിങ്ങളുടെ പ്രൊഫൈലും നോക്കണം എന്നുള്ളതാണ് കേട്ടോ പറയാനുള്ളത്. ഓക്കെ സീറ്റ് അത് മലയാളത്തിൽ കൊടുത്തേക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.